നമസ്കാരം. ലോകം കാണുകയാണ് കേരള തനിമ. കൊച്ചു കേരളത്തിലെ വലിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ലോകസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന കേരള ട്രാവൽ മാർട്ട് 2014 ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ 31 രാജ്യങ്ങളുമായി കേരള ടൂറിസം മേഖലയെ ബന്ധിപ്പിക്കുകയാണ് കേരള ട്രാവൽ മാർട്ടിൻ്റെ പ്രധാന ലക്ഷ്യം. ആദ്യ ദിനം മാത്രം 8500ഓളം കൂടിക്കാഴ്ചകളാണ് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി ബയ്യർമാർ നടത്തിയത്. ആദ്യ ദിവസവും രണ്ടാം ദിവസവും ബയ്യർമാരും സെല്ലർമാരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെയേറെ പുത്തുണർവ് നൽകുന്നതാണ് കേരള ട്രാവൽ മാർട്ട് 2014 എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ പ്രദർശനം. ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ 31 രാജ്യങ്ങളുമായി കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ ബന്ധിപ്പിക്കുകയാണ് കേരള ട്രാവൽ മാർട്ടിൻ്റെ പ്രധാന ലക്ഷ്യം. പഴയ സ്പൈസസ് റൂട്ടിൻ്റെ പുതിയ പതിപ്പ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. 60 രാജ്യങ്ങളിൽ നിന്നുമായി 282 വിദേശ പ്രതിനിധികളും 938 ആഭ്യന്തര പ്രതിനിധികളുമാണ് ട്രാവൽ മാർട്ടിൻ്റെ ഈ സീസണിൽ പങ്കെടുക്കുന്നത്. ഓരോ KTM വരുമ്പോഴും അതിൻ്റേതായ പുതുമയാണ്. കാരണം പുതിയ പ്രോഡക്ട്സ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് KTM. എല്ലാ മാർട്ടുകളിൽ നിന്നും ഡിഫറൻ്റായിട്ട് KTM എന്നുള്ളത് നമ്മൾ സാധാരണ ഇൻ്റർനാഷണൽ മാർട്ടിൽ പോകുമ്പോൾ അവിടെ പോയി വേറെ കാണുന്നതിൽ ഉപരി ലോകത്തെ മുഴുവൻ നമ്മൾ കേരളത്തിലേക്ക് ആകർഷിച്ച് ഇവിടുത്തെ ചെറുതും വലുതുമായുള്ള എക്സിബിറ്റേഴ്സിന് ഒരു അവസരം കൊടുക്കുകയാണ് KTM. അപ്പം പ്യൂർലി ഇത് ട്രേഡിന് വേണ്ടി ട്രേഡ് നടത്തുന്ന ഒരു എക്സിബിഷനാണ് മറ്റു മാർട്ടിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസിലൂടെ വേൾഡിലെ എല്ലാ ടൂർ ഓപ്പറേറ്റർമാരെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. സവിശേഷത അതാണ് ഇപ്രാവശ്യത്തെ. ഈ നമ്മുടെ മൊബൈൽ സാങ്കേതികവിദ്യ, നമ്മുടെ സാങ്കേതികവിദ്യയുടെ വളർച്ചയനുസരിച്ച് KTMഉം വളരെ ഇതായിട്ട് പോവുകയാണ്. എന്താണ്? ശരിയാണ്. ഇത്തവണത്തെ KTMൻ്റെ സവിശേഷത പൂർണ്ണമായി തന്നെ നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ അത് സ്റ്റാൾ അലൊക്കേഷന്, സെല്ലർ രജിസ്ട്രേഷൻസ്, ബയർ രജിസ്ട്രേഷൻസ്, അപ്പോയിൻമെൻറ്റ് ഫിക്സിങ്, ഈവൻ എൻട്രി ടു ദ മാർട്ട് വരെ നമ്മൾ ഓട്ടോമേഷനാണ്. അതുകൂടാതെയാണ് ഇത്തവണ മൊബൈൽ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മാർട്ടിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ബയറിനും സെല്ലറിനും വിസിബിലിറ്റി ആകുന്ന രീതിയിൽ അവരുടെ ഈവൻ അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂളും ടൈമിംഗ് വരെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. മികച്ച പ്രതികരണമാണ് കേരള ട്രാവൽ മാർട്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം മാത്രം 8500 കൂടിക്കാഴ്ചകളാണ് വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ അതിഥികൾ കേരളത്തിൻ്റെ വിവിധ ബയർമാരുമായി നടത്തിയത്. വിദേശ പ്രതിനിധികളുമായി 3500ഉം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി 5000 കൂടിക്കാഴ്ചകളുമാണ് ആദ്യ ദിവസം നടന്നത്. ഇതിലൂടെ തന്നെ ഒട്ടേറെ അപ്പോയിന്റ്മെന്റുകളും ഉറപ്പിച്ചിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ അതിഥികളുടെ എണ്ണത്തിലുണ്ടായ വർധന സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുമെന്നാണ് പ്രതീക്ഷ. The buyers are very happy to come together and all under the one roof in Samadaya Convention. The sellers are carrying one roof. This is very good. In fact, so when you see a long hallways where you can communicate with the people and with the sellers on very good terms, and that is what is necessary for us to find time to communicate with the sellers also off the
Mart for the evening sessions. They help us a lot with the new knowledge and the new products which are being developed for us. According to you, have any drawbacks this KTM? KTM has, we saw that opening dinner, the launch of the KTM, it was overfilled. For me, the most disturbing factor was the wastage of food and drinks. It wasn't just because you're talking about the people and the products. The networking session was killed and marred by more or less a very loud music. After the launch and the inaugural sessions, we were supposed to have networking. When the music is so loud, we could not even understand our own word. So that doesn't help. They need to rethink the concept of the entertainment as well, and the speakers also have to be very precise and not telling us the fairy tales. കായൽ കനാൽ ടൂറിസം സാധ്യതകളുമായി വൈക്കം. കായൽ കനാൽ ടൂറിസം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈക്കം ഡെസ്റ്റിനേഷൻ പ്രൊമോഷൻ കൗൺസിലിന് കേരള ട്രാവൽ മാർട്ടിൽ രൂപം കൊടുത്തിരിക്കുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ ശാലീന ഭംഗിയും സൗന്ദര്യവും ഗ്രാമീണ ജനങ്ങളുടെ സംസ്കാരവും ഇതിൽ ഉൾപ്പെടുത്തുന്നു. അത് ജനങ്ങളെ ലോകത്തെ തുറന്നു കാട്ടുകയാണ് വൈക്കം ഡെസ്റ്റിനേഷൻ പ്രൊമോഷൻ കൗൺസിലിലൂടെ. കായൽ കനാൽ ടൂറിസത്തിന്റെ സാധ്യതകളും കേരള ട്രാവൽ മാർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിവിധ പുഴകളും കണ്ടൽക്കാടുകളും കേന്ദ്രീകരിച്ചുള്ള യാത്രകൾ, സൂര്യാസ്തമയം കാണാനുള്ള സംവിധാനങ്ങൾ എന്നിവ ട്രാവൽ മാർട്ടിലൂടെ സഞ്ചാരികൾക്ക് മുന്നിൽ തുറക്കപ്പെടും. വൈക്കത്തെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ്, ഒരു ടൂറിസം പ്ലേസ് ആക്കി മാറ്റാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈക്കം മെയിൻലി ബാക്ക് വാട്ടർ, 3 ബ്രിഡ്ജ് കവർ ചെയ്യുന്ന വേമ്പനാട് ലേക്സ് കവർ ചെയ്യുന്ന ഏരിയ, പിന്നെ മോറോവർ അവിടുത്തെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് വെരി നാച്ചുറൽ ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട് റെസ്പോൺസ്? യൂറോപ്യൻ ക്ലയൻസ് ധാരാളം നമ്മുടെ സ്റ്റോൾ വിസിറ്റ് ചെയ്തു. അവരുടെ VLE പാക്കേജിന് നല്ല റെസ്പോൺസ് ഉണ്ട്. ഈ കായൽ ടൂറിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കായൽ നമ്മുടെ വേമ്പനാട്ട് കായൽ ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കായൽ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാറ്റ് കൊള്ളുക എന്നുള്ളതിന് ഉപരി ഈ വില്ലേജ് ആക്ടിവിറ്റീസും അവിടുത്തെ ലിവിങ് സ്റ്റൈല്, അവിടുത്തെ വില്ലേജേഴ്സിൻ്റെ ലിവിങ് സ്റ്റൈല് നമ്മൾ ലോകത്തിന് മുന്നിൽ കാണാൻ സാധിക്കും. പിന്നെ മോറോവർ വൈക്കത്തിനിപ്പോൾ നമുക്ക് വളരെ അനുഗ്രഹമായതായിട്ട് ലക്ഷ്മി അവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നിയർ ടു ദ ബാക്ക് വാട്ടേഴ്സ്. സോ വി ആർ പ്ലാനിങ് ടു ഓർഗനൈസ് സം കൾച്ചറൽ പ്രോഗ്രാംസ് എവറി ഡേ ഈവനിങ് ആൻഡ് ദ ബോട്ടിംഗ് ഓൾസോ. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ മേളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണ് റെസ്പോൺസ്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് ഇയർ. കാരണം ഒരുപാട് പേര് വിസിറ്റ് ചെയ്തു. ഈ പ്ലേസ് എന്താണെന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് ഇന്ത്യൻ ടൂറിസ്റ്റുകളും ഇന്ത്യൻ ബയേഴ്സും ഫോറിൻ ബയേഴ്സും നമ്മുടെ സ്റ്റോൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായി. ഓക്കെ, ലക്ഷ്മി, വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? Actually, I'm now settled in Vaikam with my husband, Pallipuram Sunil. He's Kathakali artist. So I'm performing Bharatanatyam. We together started a school, Kalashakti School of Arts. And recently, Kalashakti Mandapam, a theatre welcoming 100 people. So in the initiative of the Vaikam Destination Promotion Council, we are trying now to enhance the level of the tourism attraction of Vaikam, which is actually a beautiful place. We are having all futures like Kumarakam, which is just nearby. We are having this kind of futures, but
the land is now unexplored. So Yeah. that's a big advantage that we are a new place, and the people there, we can find communication with the villagers. They can watch their way of living, very traditional and related to nature, and that's a beautiful factor. അമേരിക്ക, UK, സ്പെയിൻ, ബ്രസീൽ, മലേഷ്യ, ശ്രീലങ്ക, തായ്വാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നും 285 പ്രതിനിധികളാണ് കേരള ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികളും കൂടിക്കാഴ്ചകൾക്കായി എത്തിയിട്ടുണ്ട്. 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹാളിൽ 255 സ്റ്റാളുകളിലായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് സെക്കൻഡ് ഡേ റെസ്പോൺസ് എങ്ങനെയുണ്ട് KTMനോട്? സെക്കൻഡ് ഡേ റെസ്പോൺസ് ഇസ് സ്ലൈറ്റ്ലി ലെസ്സർ. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ വന്ന പല ഓപ്പറേറ്റേഴ്സും ഇന്ന് വന്നിട്ടില്ല. പക്ഷേ ദാറ്റ് മീൻസ് ടുഡേ ദ മോസ്റ്റ് സീരിയസ് ഓപ്പറേറ്റേഴ്സ് ആക്കി ആയിട്ട്. അപ്പം കുറച്ച് സീരിയസ് ആയിട്ടും അതിന് ഈ ബിസിനസ് ചെയ്യാൻ വളരെയധികം എഫേർട്ട് എടുക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് തിങ്. കേരള ട്രാവൽ മാർട്ടിനായി തയ്യാറാക്കിയിരിക്കുന്ന പ്രദർശനങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നവയാണ്. കേരളത്തനിമയുള്ള ഹാളിൽ 4 വിഭാഗങ്ങളായാണ് പ്രദർശനം. കെട്ടുവള്ളവും ഏറുമാടവും സ്പൈസ് റൂട്ടിന്റെ പുനരാവിഷ്കാരവും വിദേശ പ്രതിനിധികളെ ആകർഷിക്കാൻ തക്കവിധം സജ്ജീകരിച്ചിരിക്കുന്നു. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹൗസ് ബോട്ട് സർവീസ്, ടൂർ ഓപ്പറേറ്റർമാർ, ആയുർവേദ സെന്ററുകൾ, ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, വിവാഹ ഇവന്റ് മാനേജർമാർ തുടങ്ങിയവർ മാർട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ കേരളത്തെ ഒരു പ്രധാന വെഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് കേരള ട്രാവൽ മാർട്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആയി അറിയപ്പെടുന്നത്. കേരളത്തെ ഒന്നാമതെത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി കേരള ട്രാവൽ മാർട്ടിൽ വിവാഹവേദിയും കതിർ മണ്ഡപവും വൈദ്യുത ദീപാലങ്കാരങ്ങളും എല്ലാം വിദേശികളെ കാത്തിരിക്കുകയാണ്. നിലവിൽ രാജസ്ഥാനാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ ടൂറിസം സംസ്ഥാനം. കേരള ട്രാവൽ മാർട്ട് കഴിയുന്നതോടെ വിവാഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അനുയോജ്യമായ വേദിയായി കേരളം മാറും. സമീപകാലത്ത് ബീച്ചുകളും ഹൗസ് ബോട്ടുകളും വിവാഹവേദിയാകുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. ഈയൊരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കേരള ട്രാവൽ മാർട്ടിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ കേരളത്തെ ഒരു വെഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടെ ഉണ്ട് KTMന്. എങ്ങനെയുണ്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? കേരള എപ്പോഴും ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഡെസ്റ്റിനേഷൻ വെഡിങ്സ് നടത്തുന്ന ഒരു സിനാരിയോ ഉണ്ട്. പക്ഷേ അതിനുള്ള ഫെസിലിറ്റീസ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അത് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഹാൾസ് മാത്രമേ ഉള്ളൂ. ഇപ്പം ചില ഹോട്ടൽസ് മാത്രമേ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോവളത്താണെങ്കിലും കുമരകത്താണെങ്കിലും അതുപോലെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഈ പ്രോപ്പർട്ടീസിന് തന്നെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെഡിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പീപ്പിൾ ഹു കം ഇൻ, അതിന് വേണ്ടിയുള്ളൊരു ഫെസിലിറ്റി വേണം. ആൻഡ് അതിന് വേണ്ടിയുള്ള ബാക്കി സപ്പോർട്ട് സർവീസസും വേണം. അത് ചില ഹോട്ടൽസ് റെക്കഗ്നൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള എഫേർട്സ് എടുക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഡൂയിങ് വെരി വെൽ ഇൻ ദാറ്റ്. ബട്ട് people will have to do it a little bit. എല്ലാവരും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഈ കായൽ വെഡിങ്, ബീച്ച് വെഡിങ് അങ്ങനെയൊക്കെയാണ്. അതിനുള്ള സാധ്യത നമുക്ക് കൂടുതലുണ്ടല്ലോ ഇവിടെ. തീർച്ചയായിട്ടും ഉണ്ട്. കോവളത്ത് ഇത് ലീലയിലൊക്കെ വളരെയധികം നടക്കുന്നൊരു സംഭവമാണ്. സൂരി കുമരകത്തും നന്നായിട്ട് നടക്കുന്നൊരു ഇതാണ്. ഇനിയിപ്പോൾ ബേക്കലിൽ ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പല ഡെസ്റ്റിനേഷൻസിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള പ്രോപ്പർട്ടീസ് ദേ ആർ റെക്കഗ്നൈസിങ് ഇറ്റ്. അതിനുവേണ്ടിയുള്ള എഫേർട്ടും എടുക്കുന്നുണ്ട്. ഗ്രാമീണ കേരളത്തിൻ്റെ നേർക്കാഴ്ചയായി ഉത്തരവാദിത്ത ടൂറിസം അഥവാ റെസ്പോൺസിബിൾ ടൂറിസം വിദേശികളെ കാത്തിരിക്കുകയാണ്. കേരള ട്രാവൽ മാർട്ടിലെത്തുന്ന വിദേശികളും സ്വദേശികളും ആദ്യം എത്തുന്നത് ഗ്രാമീണത തുളമ്പി നിൽക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം സ്റ്റാളിലേക്കാണ്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സാധ്യതകളും ഇത്തവണത്തെ മാർട്ടിന്റെ പ്രത്യേകതയാണ്. ഗ്രാമീണ ജനതയെയും ടൂറിസത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസാണ് ഇതിന്റെ നോഡൽ ഏജൻസി. ഗ്രാമീണ അന്തരീക്ഷം അവരുടെ പ്രദേശങ്ങളിൽ തന്നെ പോയി കണ്ട് അനുഭവിക്കാനുള്ള സൗകര്യമാണ് ഈ വിഭാഗത്തിൽ ഒരുക്കുന്നത്.
എന്താണ് ഈ റെസ്പോൺസിബിൾ ടൂറിസം, അതായത് ഉത്തരവാദിത്ത ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരവാദിത്ത ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൂറിസം പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപൂർണ്ണമായ ഒരു പ്രവർത്തനമായി മാറണമെന്നാണ്. ഓക്കെ. അതിനർത്ഥം ടൂറിസം പ്രവർത്തനത്തിൻ്റെ പൊതുവായ നേട്ടങ്ങൾ പരിസ്ഥിതിയെ സഹായിക്കുന്നതാവണം, പൊതുസമൂഹത്തെ സഹായിക്കുന്നതാവണം, ഗ്രാമീണ ജീവിതത്തെ സഹായിക്കുന്നതാവണം. സാമൂഹികം, സാമ്പത്തികം, പാരിസ്ഥിതികം ഈ 3 മേഖലയെയും സംരക്ഷിച്ചുകൊണ്ടല്ലാത്ത ഒരു ടൂറിസം പ്രവർത്തനം ലോകത്ത് നിലനിൽപ്പില്ല എന്ന ആശയമാണ് ഉത്തരവാദിത്ത ടൂറിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായി ചെയ്യുന്നത് ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തായാലും ലോകത്തായാലും ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ വിപണന മാർഗങ്ങളെയും പൊതുസമൂഹത്തിന് ഗുണപ്പെടുത്തുക. അതായത് സാധാരണക്കാരായ ആളുകൾ, ഉദാഹരണത്തിന് കുമരകത്ത് ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ കോവളത്ത് നടപ്പാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഒരു നാട്ടിൽ വാഴയിലയുണ്ടെങ്കിൽ അത് തദ്ദേശീയനായ ഒരാളിൽ നിന്ന് ഹോട്ടൽ ഇൻഡസ്ട്രി വാങ്ങണം. ഓക്കെ. അതിന് ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ടുള്ള നമ്മൾ ചർച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. അതാണ് തീർച്ചയായും. അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അത് നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി വാങ്ങണം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട, ഇവിടുത്തെ പഴം, ഇവിടുത്തെ പാൽ. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന വാദഗതി പറയുകയാണെങ്കിൽ കുമരകത്തും കോവളത്തും തേക്കടിയിലുമെല്ലാം നമ്മൾ ഇത് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയുമായി ടൈപ്പിൽ ഇത് വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് സാമ്പത്തിക മേഖലയിലെ പ്രവർത്തനമാണ്. പാരിസ്ഥിതിക രംഗത്ത് ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടി പേപ്പർ ബാഗും ക്ലോത്ത് ബാഗും ഉൾപ്പെടെയുള്ളവ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പൂർണ്ണമായും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ KTM വെന്യൂവിൽ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ നാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന കുട്ടയും വട്ടിയുമെല്ലാം കുറഞ്ഞ പക്ഷം വേസ്റ്റ് ബിന്നുകളായിട്ടെങ്കിലും ടൂറിസം ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന ആശയമാണ് ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഈ KTM വെന്യൂവിൽ മുഴുവൻ അതാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ പരമാവധി ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ അവിടെ പോട്ടറിക്ക് ഗുണമുണ്ടാവും. ഈ തരത്തിലാണ് പരിസ്ഥിതി അതിപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളാണോ അതെല്ലാം നമ്മൾ ചെയ്യും. കേരളത്തിലെ മദ്യനയത്തെക്കുറിച്ചുള്ള പ്രതിഷേധവും മാർട്ടിനിടെ വിദേശികളിൽ നിന്നും ഉയർന്നു. മദ്യനയം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നാണ് വിദേശികളുടെ അഭിപ്രായം. Kerala government planning to ban liquor. They are doing some liquor policy here. What's your opinion? A tourist like I heard about it and I read in the media, in the newspapers as well. But I don't think it's a very wise act. Let me give you an idea on various aspects of that. The same Chief Secretary of the government, who was earlier Secretary of Tourism Department, is talking about the social evil of the drinks. If this is a social evil, this has to be fought socially. He was Secretary of Tourism earlier. So my question is, where were you? Did you not recognize this as a social evil 4 years ago? I have a problem in understanding this man when he stands on the stage and talks about the liquor should be banned. It should not be banned. It should be fought very categorically within the society with the social campaigns. The government should start campaigns and not ban it. With the ban, you will only encourage the illegal smuggling and illegal production of liquor. People will move to toddy, the poor man will move to toddy and all other domestic liquors, whatever they will be producing, I don't know. But at the same time, you will not have any other thing that you're going to talk about. So I don't think this ban will help the society. This ban is going to harm tourism, of course, whereas I don't think it overweighs in Kerala, being an Ayurvedic country, that people will not be looking for more liquor, but you still have to offer it. I don't agree to this type of act that a government is thinking of Banning doing and it. Not at all. For us, even for the European people, it's kind of a leisure time. So glass of red wine, white wine, having all the cocktails. So it's strange. I would not do it. never do that? Well, it's a pity. It's a pity for you. Even for us, for all the tourists, I guess. Okay, very, very good. Thank you. What's your opinion about this banning of this beer, wine and cocktail, everything? What's your Actually, Czech Republic is the country with the highest consumption of the beer in the world. So for the people coming here for the holiday, it's very difficult to imagine not to have a glass of beer or a glass of wine in the evening.
So I think it's a big loss for Kerala. നിരവധി സെമിനാറുകളും കൂടിക്കാഴ്ചകളുമാണ് കേരള ട്രാവൽ മാർട്ടിൻ്റെ വേദികളിൽ ദിവസേന നടക്കുന്നത്. രണ്ടാം ദിവസവും അത് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. വിദേശ ബയ്യർമാർക്കും കേരളത്തിലെ സെല്ലർമാർക്കും സംവാദം നടത്താനുള്ള ആശയവിനിമയം നടത്താനുള്ള വേദിയായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ സെഷൻ. KTMൽ ദിവസവും സെമിനാറുകളും ചർച്ചകളും പതിവാണ്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള സംവാദമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി വരുന്നതോടെ ട്രാവൽ മാർട്ട് ഒന്നുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ആയുർവേദ സെമിനാർ അടക്കമുള്ള പരിപാടികളും മാർട്ടിൻ്റെ ഭാഗമായി നടക്കും. കേരള ടൂറിസത്തിൻ്റെ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന കേരള ട്രാവൽ മാർട്ട് ഓരോ ദിനം കഴിയുന്തോറും കൊച്ചു കേരളത്തിന് വലിയ പുതിയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ലോകസഞ്ചാരികളെ കേരളത്തിലേക്ക് മാടി വിളിക്കുന്ന കേരള ട്രാവൽ മാർട്ട് 2014 ഇന്നത്തെ കാഴ്ചകൾ സമാപിക്കുന്നു. കാഴ്ചകൾ ഇനിയും നിങ്ങളെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.